മൈക്രോസോഫ്റ്റ് അഷ്യൂറിൻ്റെ മലയാളത്തിലുള്ള ഒരു ട്യൂട്ടോറിയൽ സീരീസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ആ സീരീസിലെ 23ാമത്തെ സെഷനാണ്. അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കി മനസ്സിലാക്കാൻ പോകുന്നത് അഷ്യൂറിൻ്റെ വിർച്വൽ മെഷീൻ സ്കെയിൽ സെറ്റ്സ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് ഈ വിർച്വൽ മെഷീൻ സ്കെയിൽ സെറ്റ്സ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കി തുടങ്ങാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതുവരെയുള്ള സെഷൻസ് കണ്ടിട്ടില്ലാത്തവർ ആ സെഷൻസ് ഒന്നും എല്ലാം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ബേസിക് ഐഡിയ കിട്ടുന്നതായിരിക്കും. നമ്മൾ ഈ ലാബ്സ് എല്ലാം ചെയ്യുന്നത് ഒരു മൈക്രോസോഫ്റ്റ് അഷ്യൂറിൻ്റെ ഒരു ഫ്രീ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ ആ ഒരു ഫ്രീ അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുമെന്നും അതുപോലെ അഷ്യൂറിനെ കുറിച്ചുള്ള മറ്റ് ബേസിക് ഐഡിയാസ് എല്ലാം ഇതിന് മുമ്പുള്ള സെഷൻസിൽ ഞാൻ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സെഷൻസ് ഒന്നും കണ്ടിട്ടില്ലാത്തവർ ആ സെഷൻസ് കണ്ട ശേഷം ഇതിലോട്ട് വരിക. അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷനിലോട്ട് കടക്കാം. അപ്പോൾ നിങ്ങൾ ഇപ്പോഴത്തെ ഒരു എക്സാമ്പിൾ ഈ ഒരു സിനാരിയോ ഒന്ന് കൺസിഡർ ചെയ്യുക. അതായത് ഇപ്പോൾ നമുക്ക് വിർച്വൽ മെഷീൻ സ്കെയിൽ സെറ്റ്സ് എന്താണെന്ന് നോക്കി മനസ്സിലാക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് മറ്റൊരു കോൺസെപ്റ്റിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടാക്കേണ്ടത് ആവശ്യമാണ്. അതായത് സ്കെയിലിങ്ങിനെ കുറിച്ചാണ്. അതായത് ഹൊറിസോണ്ടൽ സ്കെയിലിംഗ് വേഴ്സസ് വെർട്ടിക്കൽ സ്കെയിലിംഗ്. ഈ രണ്ട് ടൈപ്പ് ഓഫ് സ്കെയിലിംഗ് ആണ് നമുക്കുള്ളത് ഈ ഒരു വിർച്വൽ മെഷീൻ അല്ലെങ്കിൽ ഒരു ക്ലൗഡ് എൻവയോൺമെൻറ്റിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ. അപ്പോൾ എന്താണ് ഈ രണ്ട് ടൈപ്പ് ഓഫ് സ്കെയിലിംഗ് തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളത് നമുക്കൊന്ന് പെട്ടെന്ന് ബ്രീഫായിട്ട് നോക്കി മനസ്സിലാക്കാം. അപ്പോൾ എൻ്റെ AWSൻ്റെ സീരീസ് കണ്ടിട്ടുള്ളവർക്ക് ഈ സ്കെയിലിങ്ങിൻ്റെ ഡിഫറൻസ്, അതായത് ഹൊറിസോണ്ടൽ സ്കെയിലിങ്ങിനെ കുറിച്ചും വെർട്ടിക്കൽ സ്കെയിലിങ്ങിനെ കുറിച്ചും എല്ലാം ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് ബ്രീഫായിട്ട് ഇവിടെ ഒന്ന് പറയാം. അതായത് ഹൊറിസോണ്ടൽ സ്കെയിലിങ്ങും വെർട്ടിക്കൽ സ്കെയിലിംഗ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സിനാരിയോ ഒന്ന് കൺസിഡർ ചെയ്യുക, ഒരു എക്സാമ്പിൾ സിനാരിയോ. അതായത് നമുക്കിപ്പോൾ ഈ ഒരു വിർച്വൽ മെഷീൻ നമ്മളിപ്പോൾ ഇവിടെ ഉണ്ട്. ആ ഒരു വിർച്വൽ മെഷീനിൽ, അതായത് ഈ ഒരൊറ്റ വിർച്വൽ മെഷീനിൽ ഈ ഒരു വിർച്വൽ മെഷീനിൽ നമ്മളിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്നുണ്ട്. ഒരു ആപ്ലിക്കേഷൻ നമ്മളിവിടെ റൺ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പം നോർമലി ഈ ഒരു യൂസർ എക്സ്റ്റേണൽ വേൾഡിൽ നിന്ന് യൂസേഴ്സ് ആക്സസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ റൺ ചെയ്യുന്നത്. നമ്മൾ യൂസേഴ്സിൽ നിന്ന് റിക്വസ്റ്റ് ഈ ആപ്ലിക്കേഷനിലോട്ട് വിർച്വൽ മെഷീനിലോട്ട് വരും. അപ്പോൾ അതനുസരിച്ച് ഈ ഒരു ആപ്ലിക്കേഷൻ അത് പ്രോസസ്സ് ചെയ്ത് ബാക്കി അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ഡെമോ ആപ്ലിക്കേഷനാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു റോൾ നമ്മളിപ്പോൾ ഇവിടെ പറയുന്നില്ല ഈ ഡെമോൺസ്ട്രേഷൻ പറയുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു വിർച്വൽ മെഷീൻ, അതായത് ഈ ആപ്ലിക്കേഷൻ റൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഈ ഒരു വിർച്വൽ മെഷീന് അതിലുള്ള കോൺഫിഗറേഷൻ, ഡിഫോൾട്ട് കോൺഫിഗറേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതായത് അതിനിപ്പോൾ ഒരു വിർച്വൽ CPU അതുപോലെ ഒരു 1 GB റാമും ഉള്ള ഒരു വിർച്വൽ മെഷീനാണ് നമ്മളിപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്, നമ്മളിവിടെ ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നോർമലി ഇപ്പോൾ ഒരു യൂസർ ഇപ്പോൾ അതിൽ നിന്ന് ഈ ഒരു ആപ്ലിക്കേഷൻ ആക്സസ് ചെയ്യുന്ന സമയത്ത് ഇപ്പം ഏകദേശം ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ അതിലൊരു CPU, അതായത് ഒറ്റ CPU ഉള്ളൂ ഇതിലിപ്പം ഫസ്റ്റായിട്ട്. അപ്പോൾ ആ ഒരു CPU ഏകദേശം ഒരു 30% ഇപ്പോൾ അത് ലോഡ് അതിന് കിട്ടുന്നുണ്ട്. ഇപ്പോൾ 30% ആണ് അതിൻ്റെ കൺസപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ റാം വന്നിട്ട് അതൊരു 20% യൂസ് ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് യൂസർ ആക്സസ് റിക്വസ്റ്റ് കൂടെയാണ്, അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ ആക്സസ് ചെയ്യുന്ന, അതായത് പുറത്തുനിന്ന് യൂസേഴ്സിൻ്റെ റിക്വസ്റ്റ് കൂടി വരും. സ്വാഭാവികമായിട്ടും നമുക്ക് അങ്ങനെ ഒരു എൻവയോൺമെൻറ്റിൽ നമുക്ക് യൂസേഴ്സിൻ്റെ ആക്സസ് കൂടി വരും. അപ്പോൾ ഇനിഷ്യലി ആക്സസ് ചെയ്ത് തുടങ്ങുന്ന അത്രയും യൂസേഴ്സ് ആയിരിക്കില്ല, പിന്നീട് കുറച്ച് കഴിയുമ്പോൾ ആക്സസ് ചെയ്ത് വരും. ചിലപ്പോൾ അത് കുറയാനും ചാൻസ് ഉണ്ട്, കൂടാനും ചാൻസ് ഉണ്ട് നമ്മുടെ ആ ഒരു എൻവയോൺമെൻറ്റ് അനുസരിച്ച്. ഓക്കെ. അപ്പോൾ ആദ്യം ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് ഇങ്ങനെ കൺസിഡർ ചെയ്യാം. ആദ്യം ഒരു യൂസർ ആക്സസ് ചെയ്തു. ആ സമയത്ത് ഇതിന് 30% CPU ലോഡ് അതിന് സംഭവിച്ചു. അത് കഴിഞ്ഞ് 20% റാമും ലോഡായി. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ 2 യൂസേഴ്സ് ആക്സസ് ചെയ്തു. അപ്പോൾ ഈ 30% എന്നുള്ളത് ഫോർ എക്സാമ്പിൾ നമുക്ക് 40% ആക്കാം. റാം എന്നുള്ളത് 30 പോയി. അപ്പോൾ ഓക്കെ. അപ്പോൾ അങ്ങനെ ടൈം പീരീഡ് കൂടുമ്പോൾ നമുക്ക് യൂസേഴ്സിൻ്റെ ആക്സസ് ഇവിടെ കൂടി വന്നു. അങ്ങനെ കൂടി വന്നു. അൾട്ടിമേറ്റ്ലി നമുക്കിവിടെ ഒരു 90%, അവസാനം ഒരു 90% ലോഡ് വന്നു. അതുപോലെ റാമും നിയർലി നമുക്കൊരു 90% തന്നെ കൺസപ്ഷൻ വന്നു എന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ അങ്ങനെ നിയർലി ഒരു 90% ലോഡ് വരുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ടും ഈ ഒരു CPU, ഒരു വിർച്വൽ മെഷീൻ്റെ സ്റ്റെബിലിറ്റി അപ്പം നഷ്ടപ്പെട്ട് തുടങ്ങും. അതായത് കറക്റ്റായിട്ട് അത് നമുക്ക് തന്നെ നമ്മുടെ വീട്ടിലുള്ള ലാപ്ടോപ്പിൻ്റെയോ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിൻ്റെയോ ഒരു കേസ് സിനാരിയോ എടുത്തിട്ട് നമുക്ക് മനസ്സിലാവും. നമുക്ക് ആ ഒരു സിസ്റ്റത്തിൽ, ആ ഒരു മെഷീനിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നതിൽ കൂടുതൽ നമ്മളൊരു ലോഡ് നമ്മളോട്ട് കൊടുത്തു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ മെഷീൻ ഹാങ് ആവാൻ തുടങ്ങും. അപ്പോൾ അത് തന്നെയാണ്, സെയിം സിനാരിയോ തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. അപ്പോൾ നിയർലി ആ ഒരു CPUവിനെ കൊണ്ട് താങ്ങാവുന്നതിലും കൂടുതൽ റിക്വസ്റ്റ് അതിനെ പ്രോസസ്സ് ചെയ്യാനായിട്ട് കൺകറൻ്റ്ലി വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ലോഡ് കൂടുകയും റാമും CPUവിൻ്റെയും ലോഡ് കൂടുകയും നാച്ചുറലി അത് ഒരു ലാഗ് ചെയ്യുന്ന അതിൻ്റെ റിലയബിലിറ്റി, അതിൻ്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെട്ട് തുടങ്ങുകയും ചെയ്യും. അപ്പോൾ ഹാങ് ആയി തുടങ്ങും അത്. അപ്പോൾ ഇങ്ങനെ ഒരു കേസിൽ, അപ്പോൾ ഇങ്ങനെ ഒരു സിനാരിയോ വരുമ്പോഴാണ് നമുക്ക് സ്കെയിലിംഗ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിലോട്ട് നമുക്ക് പോകേണ്ടി വരുന്നത്. സ്കെയിലിംഗ്. അപ്പോൾ സ്കെയിലിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കിപ്പം എന്ത് ചെയ്തിട്ടാണെങ്കിലും നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിന് നമുക്കൊരു സൊല്യൂഷൻ കണ്ടെത്തണം. അതായത് ഇപ്പം ഇങ്ങനെ പുറത്തുനിന്ന് യൂസേഴ്സിൻ്റെ ഒരു റിക്വസ്റ്റ് വരുന്ന ഒരു കേസിൽ നമുക്ക് ഈ ഒരു ഓൾറെഡി ഡിപ്ലോയ് ചെയ്തിരിക്കുന്ന ഒരു വിർച്വൽ മെഷീന് താങ്ങാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അതിനൊരു സൊല്യൂഷൻ നമുക്ക് വരണം. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു സൊല്യൂഷൻ നമുക്ക് കിട്ടിയേ മതിയാവുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ട് ഹോൾട്ടായി പോകും. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 2 തരത്തിലുള്ള സ്കെയിലിങ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒന്ന് വെർട്ടിക്കൽ സ്കെയിലിങ്ങും പിന്നൊന്ന് വന്നിട്ട് ഹൊറിസോണ്ടൽ സ്കെയിലിങ്ങും. അപ്പോൾ നമുക്കതിൽ വെർട്ടിക്കൽ സ്കെയിലിംഗ് എന്താണ് സംഭവിക്കുന്നത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ വെർട്ടിക്കൽ സ്കെയിലിങ്ങിൻ്റെ കേസ് എടുക്കുക. അതായത് നമുക്ക് ആദ്യം നമ്മുടെ CPU വന്നിട്ട് ഒരു വിർച്വൽ
CPU ഉണ്ടായിരുന്നു, മെമ്മറി അതായത് 1 GB ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ ആദ്യം നമ്മൾ ഡിപ്ലോയ് ചെയ്തിരുന്ന ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞ കേസ് എടുക്കുകയാണെങ്കിൽ, അപ്പോൾ വെർട്ടിക്കൽ സ്കെയിലിങ്ങിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഈ ഓൾറെഡി ഉണ്ടായിരുന്ന വിർച്വൽ മെഷീൻ, ഞാനിപ്പോൾ പ്രത്യേകിച്ച് ഒരു ടൈപ്പ് ഒന്നും ഞാനിവിടെ പറയുന്നില്ല, കാരണം ഈ ഒരു എക്സാമ്പിൾ നമുക്കിപ്പം അഷ്യൂറിലായിരുന്നാലും AWSലായിരുന്നാലും നമുക്ക് ഈ ഒരു കോൺസെപ്റ്റ് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഏതൊരു വെണ്ടറിലും നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം, കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ. ഓക്കെ, അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഒരു വിർച്വൽ മെഷീൻ്റെ പേരോ അതിൻ്റെ സൈസിൻ്റെ പേരോ അങ്ങനെ ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ മാത്രമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ആദ്യം ഉണ്ടായിരുന്ന ഒരു വിർച്വൽ CPU-യും ഒരു മെമ്മറിയും ഉണ്ടായിരുന്ന ആ ഒരു വിർച്വൽ മെഷീനെ നമ്മൾ വെർട്ടിക്കൽ സ്കെയിൽ ചെയ്യുമ്പോൾ നമുക്ക് അത് വെർട്ടിക്കലി സ്കെയിൽ ചെയ്യുകയെന്ന് വെച്ചാൽ അത് ഒന്ന് വലുതായി തൊട്ടടുത്ത അല്ലെങ്കിൽ നമ്മൾ കോൺഫിഗർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു അടുത്തൊരു നെക്സ്റ്റ് വിർച്വൽ മെഷീനിലോട്ട് പോകും. ഇപ്പോൾ നെക്സ്റ്റ് വിർച്വൽ മെഷീൻ നമ്മളിപ്പോൾ കോൺഫിഗർ വെച്ചിരുന്ന രണ്ട് വിർച്വൽ CPU-യും 2 RAM GB ഉള്ള ഒരു വിർച്വൽ മെഷീനിലോട്ട് സ്വിച്ച് ചെയ്യാനായിരുന്നു. അപ്പോൾ അതിലോട്ട് അത് സ്വിച്ച് ചെയ്തു. അപ്പോൾ ഇതിനാണ് വെർട്ടിക്കൽ സ്കെയിലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വെർട്ടിക്കൽ സ്കെയിലിങ്ങിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പ്രാക്ടിക്കലി എല്ലാ സ്ഥലത്തും അത് പോസിബിൾ ആവണമെന്നില്ല. കാരണം അതിൻ്റെ ഒരു പ്രശ്നം, നമുക്ക് എപ്പോഴും ഇതുപോലെ എല്ലാ തരത്തിലും നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റണമെന്നില്ല. കാരണം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു CPU-യും ഒരു RAM-ഉം ഉണ്ടായിരുന്നു, നമ്മളിപ്പോൾ 2 CPU-യും 2 RAM-ഉം ഉള്ള ഒരു വിർച്വൽ മെഷീനിലോട്ട് നമ്മൾ വെർട്ടിക്കലി സ്കെയിൽ ചെയ്തു, വലുതാക്കി ഒരു വലിയ വിർച്വൽ മെഷീനിലോട്ട് നമ്മൾ സ്വിച്ച് ചെയ്തു, ഇങ്ങനൊരു ലോഡ് കൂടി വന്ന കേസിൽ. പക്ഷേ വീണ്ടും നമ്മൾ ഈ ഒരു രണ്ട് വിർച്വൽ മെഷീനും നമ്മളിപ്പോൾ ഇവിടെ ലോഡ് കൂടുകയാണെന്ന് കൺസിഡർ ചെയ്യുക. ഈ 90% ലോഡായി വീണ്ടും, അതുപോലെ റാമും ഏകദേശം ഒരു 90% യൂസായി. അപ്പോൾ ഒരുപക്ഷെ നമുക്ക് ഇതിനടുത്തൊരു വിർച്വൽ മെഷീനിലോട്ട് നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. നമുക്ക് 3 CPU-യും അതുപോലെ 3 GB RAM അല്ലെങ്കിൽ 4 GB RAM ഉള്ള ഒരു ഇതിലോട്ട് സ്വിച്ച് ചെയ്യാൻ പറ്റും. പക്ഷേ അതുപോലെ എപ്പോഴും നമുക്ക് സ്വിച്ചിങ് തൊട്ടടുത്ത കൺകറൻറ്റിലോട്ട് പറ്റണമെന്നില്ല. ആ ഒരു ക്ലസ്റ്ററിൽ അവൈലബിൾ ആയിട്ടുള്ള വിർച്വൽ മെഷീനിലോട്ട് മാത്രമേ നമുക്കങ്ങനെ എപ്പോഴും സ്വിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കത് പലപ്പോഴും പ്രാക്ടിക്കൽ കേസിൽ നമുക്കത് എല്ലാ സിനാരിയോസിലും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല ഈ വെർട്ടിക്കൽ സ്കെയിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അതവിടെ നിൽക്കട്ടെ. നമുക്കിനി ഹൊറിസോണ്ടൽ സ്കെയിലിങ്ങിൻ്റെ കേസ് എടുക്കാം. അപ്പോൾ ഹൊറിസോണ്ടൽ സ്കെയിലിങ്ങിൽ എന്താണ് സംഭവിക്കുകയെന്ന് നോക്കാം. നമുക്ക് ആദ്യം ഒരു വിർച്വൽ മെഷീൻ ഉണ്ടായിരുന്നു, അതായത് ഒരു വിർച്വൽ CPU-യും 1 GB RAM-ഉം ഉള്ള ഒരു വിർച്വൽ മെഷീൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് യൂസറിൻ്റെ ലോഡ് കൂടുന്നതനുസരിച്ച് ഹൊറിസോണ്ടൽ സ്കെയിലിങ്ങിൽ സംഭവിക്കുന്നത് എന്താണ്, ഓൾറെഡി ഉള്ള വിർച്വൽ മെഷീൻ അവിടെ തന്നെ ഉണ്ടാവും. പകരം ചെയ്യുന്നത് രണ്ടാമത് ആ സെയിം ടൈപ്പിലുള്ള ഒരു വിർച്വൽ മെഷീനും കൂടെ ക്രിയേറ്റ് ചെയ്തെടുക്കും, അത് സ്പോൺ ചെയ്യും ഓട്ടോമാറ്റിക്കായിട്ട്. അപ്പോൾ 2 വിർച്വൽ മെഷീനായി. ഇപ്പം സ്വാഭാവികമായിട്ട് ഒരു വിർച്വൽ മെഷീനിൽ ലോഡ് താങ്ങാൻ പറ്റാത്തപ്പോൾ 2 വിർച്വൽ മെഷീനിൽ വന്നു. അപ്പോൾ ലോഡ് സ്വാഭാവികമായിട്ടും പിന്നീട് വരുന്ന ലോഡ് റിക്വസ്റ്റ് 2 വിർച്വൽ മെഷീനിലുമായിട്ട് പോകും. ആ ഒന്നിൽ വന്നുകൊണ്ടിരുന്നത് സ്വാഭാവികമായിട്ട് 2-ലായിട്ട് പോകും. അപ്പോൾ ലോഡ് ഡിവൈഡ് ചെയ്ത് 2-ൽ നിന്നും കൂടെ സെർവ് ചെയ്യും, തിരിച്ച് യൂസറിന് ആപ്ലിക്കേഷൻ സെർവ് ചെയ്യുന്ന 2-ൽ നിന്നും കൂടെ സെർവ് ചെയ്യും. അപ്പം 2 വിർച്വൽ മെഷീനിലും കൂടെ ലോഡ് വന്നുകൊണ്ടിരുന്നു. അപ്പോൾ 2-ലും ഓൾമോസ്റ്റ് ലോഡ് വീണ്ടും കൂടി ഒരു 90% ആയി, അല്ലെങ്കിൽ 80% ആയി. റാമും ഏകദേശം യൂസ് ചെയ്ത് തീരാറായി. അപ്പോൾ അങ്ങനെയാകുമ്പോൾ വീണ്ടും അത് ഒരു വിർച്വൽ മെഷീനും കൂടെ ക്രിയേറ്റ് ചെയ്തെടുക്കും. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് വിർച്വൽ മെഷീൻ്റെ സൈസ്, ഓൾറെഡി ഉള്ള ഒരു വിർച്വൽ മെഷീൻ്റെ സൈസ് മാറ്റി നെക്സ്റ്റ് ഒരു വിർച്വൽ മെഷീൻ സൈസിലോട്ട് സ്വിച്ച് ചെയ്യല്ല ചെയ്യുന്നത്. പകരം ആ ഓൾറെഡി ഉള്ള ഒരു വിർച്വൽ മെഷീൻ ഏതാണോ അതിൻ്റെ ഒരു ടെംപ്ലേറ്റ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ നമ്പേഴ്സ് കൂട്ടും, നമ്പർ ഓഫ് സെയിം ടൈപ്പ് ഓഫ് വിർച്വൽ മെഷീൻസിൻ്റെ എണ്ണം കൂട്ടുകയാണ് ഹൊറിസോണ്ടൽ സ്കെയിലിങ്ങിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് എത്ര വേണമെങ്കിലും ഇങ്ങനെ പ്രാക്ടിക്കലി നമുക്ക് എത്ര വേണമെങ്കിലും ഇങ്ങനെ വിർച്വൽ മെഷീൻ്റെ എണ്ണം നമുക്കിങ്ങനെ കൂട്ടി കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഈ മൂന്നെണ്ണത്തിൽ നിൽക്കാതെ വരുമ്പോൾ നമുക്ക് 4 ആക്കാം, അടുത്ത 5 ആക്കാം, 6 ആക്കാം. അങ്ങനെ നമുക്ക് ലോഡ് അനുസരിച്ചിട്ട് വിർച്വൽ മെഷീൻ്റെ എണ്ണം നമുക്കിവിടെ കൂട്ടി കൊണ്ടുവരാം. അപ്പോൾ അതാണ് ഒരു ഹൊറിസോണ്ടൽ സ്കെയിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതുപോലെ ലോഡ് കുറയുന്ന അനുസരിച്ച് നമുക്ക് ഇതിൻ്റെ എണ്ണം കുറയ്ക്കുകയും ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് 7 ലോഡ് കൂടിയിരുന്ന സമയത്ത് നമുക്കൊരു 7 വിർച്വൽ മെഷീൻ നമുക്ക് ഇവിടെ ഡിപ്ലോയ് ചെയ്തെന്ന് വെച്ചു, ഓട്ടോമാറ്റിക്കായിട്ട് ഹൊറിസോണ്ടൽ സ്കെയിലിംഗ് ആണ് നമ്മൾ കോൺഫിഗർ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ. അപ്പോൾ ലോഡ് കുറയുന്ന അനുസരിച്ച് നമുക്കിപ്പം ഒരു 4 ലോഡ് നമുക്കിപ്പോൾ ആവശ്യമുള്ളൂ. അങ്ങനെയാണെങ്കിൽ ബാക്കി 3 ഓട്ടോമാറ്റിക്കായിട്ട് റിമൂവ് ചെയ്തിട്ട് 4 മാത്രമേ ഇവിടെ അത് മെയിൻറ്റെയിൻ ചെയ്യുള്ളൂ. അപ്പം നമുക്കത് കോസ്റ്റ് എഫക്റ്റീവും കൂടെയാണ്. അപ്പോൾ ഇതാണ് ഒരു ഹൊറിസോണ്ടൽ സ്കെയിലിങ്ങും വെർട്ടിക്കൽ സ്കെയിലിംഗും തമ്മിലുള്ള ഒരു മെയിനായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഇവിടെ ഈ പറഞ്ഞ ഹൊറിസോണ്ടൽ സ്കെയിലിംഗ് ആണ് നമുക്ക് ഈ ഒരു അഷ്യൂറിൻ്റെ വിർച്വൽ മെഷീൻ സ്കെയിൽ സെറ്റ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്കെയിൽ സെറ്റ്സ് എന്ന് പറഞ്ഞ അഷ്യൂറിൻ്റെ കോൺസെപ്റ്റ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഹൊറിസോണ്ടലി വിർച്വൽ മെഷീൻസ് നമുക്ക് സ്കെയിൽ ഇൻ ചെയ്യാനും സ്കെയിൽ ഔട്ട് ചെയ്യാനും സാധിക്കും. അപ്പോൾ അതാണ് നമുക്ക് ആ ഒരു കോൺസെപ്റ്റാണ് നമ്മളിന്ന് ഇവിടെ നോക്കി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ബേസിക് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു ഐഡിയ ഇതാണ്. അതായത് ബേസിക്കലി ഹൊറിസോണ്ടൽ സ്കെയിലിംഗ് വെർട്ടിക്കൽ സ്കെയിലിംഗ് തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കുക. അതിൽ നമ്മൾ ഹൊറിസോണ്ടൽ സ്കെയിലിംഗ് ആണ് നമ്മളിപ്പം ഈ ഒരു ടോപ്പിക്കിൽ നമ്മളിത് മെയിനായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് മനസ്സിലാക്കുന്നത്. അപ്പം നമ്മൾ പറഞ്ഞതുപോലെ വിർച്വൽ മെഷീൻ സ്കെയിൽ സെറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ ഹൊറിസോണ്ടൽ സ്കെയിലിംഗ് പോസിബിൾ ആക്കുന്നത് ഇവിടെ. അപ്പോൾ നമ്മുടെ ഹൊറിസോണ്ടൽ സ്കെയിലിങ്ങിൻ്റെ കേസാണ് നിങ്ങൾ ഇനി കൺസിഡർ ചെയ്യേണ്ടത് നമ്മളിപ്പോൾ ഈ ഒരു സിനാരിയോ എടുക്കുമ്പോൾ. അപ്പോൾ ഇവിടെ ലെറ്റ്സ് യു ക്രിയേറ്റ് ആൻഡ് മാനേജ് ഗ്രൂപ്പ് ഓഫ് ലോഡ് ബാലൻസ്ഡ് വിർച്വൽ മെഷീൻസ്. അപ്പം ഇത്
ക്രിയേറ്റ് ചെയ്യുന്നത്, അതായത് ഈ ഒരു വിർച്വൽ മെഷീൻ സ്കെയിൽ സെറ്റ്സ്, അതായത് നമ്മൾ പറഞ്ഞു ഇപ്പോൾ ലോഡ് കൂടുന്നതനുസരിച്ച് നമ്പർ ഓഫ് വിർച്വൽ മെഷീൻസ്, ഇവിടെ നമ്പർ ഓഫ് വിർച്വൽ മെഷീൻസ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്, അല്ലാതെ സൈസ് അല്ല ഇവിടെ കൂടുകയും കുറയുകയും ചെയ്യുന്നത്, ഇവിടെ നമ്പേഴ്സാണ് കൂടുകയും കുറയുകയും ചെയ്യുന്നത് വിർച്വൽ മെഷീൻ്റെ. അപ്പോൾ അങ്ങനെ കൂടുകയും കുറയുകയും ചെയ്യുന്ന വിർച്വൽ മെഷീന് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അത് ലോഡ് ബാലൻസ്ഡ് ആയിരിക്കും. ഒരു ലോഡ് ബാലൻസറിൽ നിന്നായിരിക്കും പിന്നീട് ട്രാഫിക് ഈ പറഞ്ഞ വിർച്വൽ മെഷീൻസിന് വരുന്നത്. അപ്പോൾ ഈ ലോഡ് ബാലൻസറിൻ്റെ എല്ലാം കോൺസെപ്റ്റ് ഇപ്പം AWSലും അഷൂറിലും എല്ലാം കോൺസെപ്റ്റ് സെയിം തന്നെയാണ്. അപ്പം AWSൽ ഞാൻ ലോഡ് ബാലൻസിൻ്റെ എല്ലാം പ്രാക്ടിക്കൽസ് ചെയ്ത സെഷൻസ് ഓൾറെഡി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് താല്പര്യം ഉണ്ടെങ്കിൽ അതൊന്ന് കണ്ടു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് ഒരു ഐഡിയ കിട്ടും. നമുക്ക് ഇതിൽ ലോഡ് ബാലൻസിങ് ഇനി വരുന്നുണ്ട്, അടുത്ത സെഷൻസിലെല്ലാം നമുക്ക് ആ ടോപ്പിക്സ് ഇനി ഡിസ്കസ് ചെയ്യുന്നുണ്ട് നമ്മൾ എന്തായിരുന്നാലും. ഓക്കെ, അപ്പോൾ ലോഡ് ബാലൻസിങ് ഓൾറെഡി ഇംപ്ലിമെൻറ്റഡ് ആയിട്ടുള്ള വിർച്വൽ മെഷീൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും മാനേജ് ചെയ്യാനും പറ്റും. ഒരു ഗ്രൂപ്പ് ഓഫ് വിർച്വൽ മെഷീൻസ്, അതാണ് നമുക്ക് സ്കെയിൽ സെറ്റ്സ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്പർ ഓഫ് വിർച്വൽ മെഷീൻ നമ്മളിവിടെ പറഞ്ഞ പോലെ ഇവിടെ നമ്പറാണ് നമ്മളിവിടെ ചെയ്യുന്നത്, സൈസ് അല്ല. അപ്പോൾ നമ്പർ ഓഫ് വിർച്വൽ മെഷീൻസ് ക്യാൻ ഓട്ടോമാറ്റിക്കലി ഇൻക്രീസ് ചെയ്യുകയോ ഡിക്രീസ് ചെയ്യുകയോ ചെയ്യാം നമുക്ക് എന്തിനനുസരിച്ച് ലോഡ് കൂടുക. അതാണ് ഇൻ റെസ്പോൺസ് ടു ഡിമാൻഡ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ CPU ലോഡ് കൂടുന്നതനുസരിച്ചോ അല്ലെങ്കിൽ കുറയുന്നതനുസരിച്ചോ അല്ലെങ്കിൽ റാമിൻ്റെ കൺസപ്ഷൻ കൂടുന്നതോ കുറയുന്നതോ അനുസരിച്ചോ അല്ലെങ്കിൽ ട്രാഫിക്കിൻ്റെ കൂടുന്നതോ കുറയുന്നതോ അനുസരിച്ചോ അങ്ങനെ അതനുസരിച്ച് നമുക്ക് നമ്മുടെ നമ്പർ ഓഫ് വിർച്വൽ മെഷീൻ ഇൻസ്റ്റൻസസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അല്ലെങ്കിൽ രണ്ടാമത്തെ ക്രൈറ്റീരിയ നമുക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഷെഡ്യൂളാണ്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കേസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം നമ്മുടെ വിർച്വൽ മെഷീനിൽ നമ്മളിപ്പോൾ ഒരു ഇ-കൊമേഴ്സ് സൈറ്റ് റൺ ചെയ്യുകയാണ്. അപ്പോൾ ഈ പറഞ്ഞൊരു ഇ-കൊമേഴ്സ് സൈറ്റ് എല്ലാ വീക്കെൻഡ്സ് അതായത് ഇപ്പം സാറ്റർഡേ ഒരു ഈവനിങ് 5 PM ടു നൈറ്റ് ഇപ്പോൾ 11 PM വരെ അവരുടെ സൈറ്റിൽ ഇപ്പോൾ എന്തെങ്കിലും ഓഫേഴ്സ് കണ്ടിന്യൂസ് എല്ലാ വീക്കെൻഡ്സും നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഓഫേഴ്സ് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് യൂസറിൻ്റെ ട്രാഫിക് അതിലോട്ട് വളരെയധികം ഇൻക്രീസായി കയറുന്നതിന് വളരെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് നമുക്ക് ഓൾറെഡി അറിയാം, അങ്ങനെ ഒരു ഷെഡ്യൂൾഡ് പീരീഡ് നമുക്ക് അറിയാം. എല്ലാ വീക്കെൻഡ്സിലും ഈ ഒരു ടൈമിൽ അവിടെ ട്രാഫിക്കും അതനുസരിച്ച് CPU ലോഡും റാം കൺസപ്ഷൻ എല്ലാം കൂടുമെന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ ഓൾറെഡി നമുക്ക് അങ്ങനെ ഒരു ടൈം പീരീഡ് നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് അങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് വെക്കുകയും ചെയ്യാം. ഇന്ന ഒരു ദിവസത്ത് ഇന്നൊരു ടൈം പീരീഡ് നമുക്ക് ഇത്രയും നമ്പർ ഓഫ് വിർച്വൽ മെഷീൻസ് കൂടുതലായിട്ട് ഡിപ്ലോയ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതാണ് ഷെഡ്യൂൾ ചെയ്ത് വേണമെങ്കിൽ നമുക്ക് ഈ സ്കെയിൽ സെറ്റ്സ് നമുക്ക് കോൺഫിഗർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഈസി ടു ക്രിയേറ്റ് ആൻഡ് മാനേജ് മൾട്ടിപ്പിൾ വിർച്വൽ മെഷീൻസ് ആണ്. അപ്പം മൾട്ടിപ്പിൾ വിർച്വൽ മെഷീൻസ് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ സ്കെയിൽ സെറ്റ്സ് ഉപയോഗിച്ചിട്ടാണെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്ത് തരും. നമുക്ക് മാനുവലി ഓരോന്നായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യുകയും കോൺഫിഗർ ചെയ്യുകയും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ മാനുവലി ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഓരോ വിർച്വൽ മെഷീനും നമ്മൾ മാനുവലി ഇൻസ്റ്റൻസ് ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പം ആദ്യം ഉണ്ടായിരുന്ന സെയിം സെറ്റ് ഓഫ് ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യണം, ബാക്കി കോൺഫിഗറേഷൻസ് എല്ലാം ഫസ്റ്റിൽ നിന്ന് കോപ്പി ചെയ്തിടണം. അപ്പം ഇവിടെ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ വിർച്വൽ മെഷീൻസ് സ്പോൺ ചെയ്തെടുക്കുന്നത് ഇത് ഓട്ടോമാറ്റിക്കായിട്ടാണ് സംഭവിക്കുന്നത്. അങ്ങനെ സ്പോൺ ചെയ്തെടുക്കുന്നത് ആദ്യമേ ഒരു ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ടെംപ്ലേറ്റിൽ നിന്നാണ് നമുക്ക് വിർച്വൽ മെഷീൻസ് ഇവിടെ സ്പോൺ ചെയ്തെടുക്കുന്നത്. ഒരു ടെംപ്ലേറ്റ് ബേസ്ഡ് ആണിത്. അപ്പോൾ ടെംപ്ലേറ്റ് ബേസ്ഡ് ആയിട്ട് ഇത് ക്രിയേറ്റ് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉണ്ടായി വരുന്ന എല്ലാ വിർച്വൽ മെഷീൻസും ഡിറ്റോ കോപ്പീസ് ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ആദ്യം ആ ഒരു ഫസ്റ്റ് ടെംപ്ലേറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നതിൽ എന്തൊക്കെ നമ്മൾ ആപ്ലിക്കേഷൻസും മറ്റ് യൂട്ടിലിറ്റീസും ഡ്രൈവേഴ്സും എന്തൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ അതിന് ഡിറ്റോ കോപ്പീസ് ആയിരിക്കും. പിന്നെ ഇതിൽ നിന്ന് സ്പോൺ ചെയ്ത് വരുന്ന വിർച്വൽ മെഷീൻസിന് എല്ലാം തന്നെ ഉള്ളത്. അപ്പോൾ ഇത് നമുക്ക് മാനേജ് ചെയ്യാനും നമുക്ക് പ്രത്യേകിച്ച് ഒരു ഹെഡേക്ക് ഇല്ല. എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു സ്കെയിൽ സെറ്റ്സ് അഷ്വറിൻ്റെ വിർച്വൽ മെഷീൻ സ്കെയിൽ സെറ്റ്സ് എന്ന് പറഞ്ഞൊരു സർവീസ് തന്നെ അത് മാനേജ് ചെയ്തോളും. അപ്പോൾ അതിന് റിലേറ്റ് ചെയ്ത് വരുന്നതിനാണ് ഹൈ അവൈലബിലിറ്റി ആൻഡ് ആപ്ലിക്കേഷൻ റെസിലൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഹൈ അവൈലബിലിറ്റി മീൻസ് ഇപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഇപ്പോൾ ഒന്നിൽ കൂടുതൽ ഇപ്പോൾ 2, 3, 4 വിർച്വൽ മെഷീൻസിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇൻ കേസ് ഒരു വിർച്വൽ മെഷീൻ്റെ ഹെൽത്ത് എന്തെങ്കിലും കാരണവശാൽ ഒരു വിർച്വൽ മെഷീൻ ഡൗൺ ആയി, അപ്പോൾ അങ്ങനെയാണെങ്കിൽ പോലും നമ്മൾ എൻഡ് യൂസേഴ്സിന് ആപ്ലിക്കേഷൻ ആക്സസ് ചെയ്യാൻ പറ്റാതെ വരില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് ഇൻസ്റ്റൻസിലെല്ലാം ആ ആപ്ലിക്കേഷൻ്റെ സെയിം കോപ്പി റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാരണം നമുക്കിവിടെ ഹൈ അവൈലബിലിറ്റി വളരെ കൂടുതലായിട്ട് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും, വളരെ എഫിഷ്യൻ്റ് ആയിട്ട് ഈ ഒരു സ്കെയിൽ സെറ്റ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ. അതാണ് ഇവിടെ അടുത്ത പോയിന്റ് പറഞ്ഞിരിക്കുന്നത് അലോസ് യുവർ ആപ്ലിക്കേഷൻ ടു ഓട്ടോമാറ്റിക്കലി സ്കെയിൽ ആസ് റിസോഴ്സ് ഡിമാൻഡ് ചേഞ്ചസ്. അതാണ് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത് തന്നെയാണ്. അതായത് നമുക്ക് ആപ്ലിക്കേഷൻ്റെ ഡിമാൻഡ് ഓട്ടോമാറ്റിക്കലി സ്കെയിൽ ചെയ്യാൻ പറ്റും ഡിമാൻഡ് കൂടുന്നതനുസരിച്ച്. അപ്പം കൂടുതൽ പുറത്തുനിന്ന് റിക്വസ്റ്റ് കൂടുതലായിട്ട് വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്പർ ഓഫ് ഇൻസ്റ്റൻസസ് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ കൂടുകയും അതുപോലെ റിക്വസ്റ്റ് ഡിമാൻഡ് കുറയുന്നതനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ സ്പോൺ ചെയ്തെടുത്ത ഇൻസ്റ്റൻസസ് റിമൂവ് ചെയ്യുകയും ചെയ്തോളൂ ഓട്ടോമാറ്റിക്കായിട്ട്. അപ്പോൾ നമുക്കിത് വളരെയധികം കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡും കൂടെയാണ് നമുക്ക് ഈ സ്കെയിൽ സെറ്റ്സ് ഉപയോഗിച്ചിട്ട് ഈ ഒരു വിർച്വൽ മെഷീൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്നുള്ളത്. ഓക്കെ, പിന്നെ ലാർജ് സ്കെയിലിൽ ഇത് വർക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് എന്തെങ്കിലും ഹെവി ആയിട്ടുള്ള ഡേറ്റ പ്രോസസ്സിങ് ആപ്ലിക്കേഷൻസ്, ഡേറ്റ വെയർ ഹൗസിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡേറ്റ മൈനിങ്ങോ അങ്ങനെ ഉള്ള ആപ്ലിക്കേഷൻസിനെല്ലാം നമുക്കിത് ചെയ്യാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സപ്പോർട്ട്സ് അപ് ടു 1000 വിർച്വൽ മെഷീൻസ് ആണ് സപ്പോർട്ട് ചെയ്യുന്ന ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 1000 വിർച്വൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വിർച്വൽ മെഷീൻസ്, റെഡിമെയ്ഡ് ആയിട്ടുള്ള 1000 വിർച്വൽ മെഷീൻസ് വരെ ഇൻസ്റ്റൻസസ് വരെ സപ്പോർട്ട് ചെയ്യും. അതല്ല നമുക്ക് കസ്റ്റമായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഇമേജസ് ആണെങ്കിൽ 600 ആണ് ഇതിന് ലിമിറ്റ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ വളരെ ഹൈ ആയിട്ടുള്ളൊരു നമ്പേഴ്സാണ്. നമ്മൾ സാധാരണ ഒരു സിനാരിയോയിലൊന്നും നമ്മൾ ഇതിൻ്റെ ഒരു 1/4 പോലും സാധാരണ
യൂസ് ചെയ്യാറില്ല. 1/4 അല്ല 1/8 പോലും സാധാരണ ഒരു ഓഫീസ് എൻവയോൺമെൻറ്റിൽ നമുക്ക് യൂസ് ചെയ്യേണ്ടതായിട്ടുള്ളൊരു കേസ് വരാറില്ല. ഓക്കെ, പിന്നെ ഇതിൻ്റെ നമുക്ക് നോക്കേണ്ടത് ഇതിൻ്റെ കോസ്റ്റാണ്. അപ്പോൾ ആക്ച്വലി വിർച്വൽ മെഷീൻ സ്കെയിൽ സെറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു സർവീസാണ്. അതുകൊണ്ട് തന്നെ ഇതിന് പ്രത്യേകിച്ച് ഈ ഒരു സർവീസ് യൂസ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകിച്ച് കോസ്റ്റ് ഒന്നും ആവുന്നില്ല. പക്ഷേ ഇതിന് അണ്ടർലൈനിങ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന റിസോഴ്സസിന്, അതായത് നമ്മൾ ഇതിന് അണ്ടർലൈനിങ് ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഈ പറഞ്ഞ വിർച്വൽ മെഷീൻസ് ഒക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മളിതിൽ ഫ്രീ അക്കൗണ്ടിൽ നമുക്കിതിൽ ഉൾപ്പെടുന്ന ഒരു വിർച്വൽ മെഷീനാണ് ഇതിന് അണ്ടർലൈനിങ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് പ്രത്യേകിച്ച് കോസ്റ്റ് വരില്ല. ഫ്രീ ടയറിൽ തന്നെ നിൽക്കുന്നതാണെങ്കിൽ. അതല്ല നമ്മൾ തന്നെ ഇതിൽ ഈ സ്കെയിൽ സെറ്റ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന റിസോഴ്സസിൽ സ്വാഭാവികമായിട്ടും കോസ്റ്റ് ആവുന്നതാണെങ്കിൽ ഇതിൽ യൂസ് ചെയ്യുമ്പോഴും കോസ്റ്റ് ആവും. അപ്പോൾ അത്രമാത്രമേ ഇതിനുള്ളൂ. വിർച്വൽ മെഷീൻ ഇൻസ്റ്റൻസസും ലോഡ് ബാലൻസറും മാനേജർ ഡിസ്ക് സ്റ്റോറേജ് ഇതെല്ലാം നമ്മൾ അതിൽ യൂസ് ചെയ്യുന്നതിന് കോസ്റ്റ് ഉണ്ടെങ്കിൽ ഇതിനും കോസ്റ്റ് ആവും. അല്ലാതെ നമ്മൾ ഈ പറഞ്ഞ സർവീസ് യൂസ് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് കോസ്റ്റ് ഒന്നും ഇല്ല എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് നെക്സ്റ്റ് ഇനി ഒരു കമ്പാരിസൺ ടേബിളാണ്. നമുക്ക് അതിൽ ഓരോ സിനാരിയോസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോ സിനാരിയോസും നമുക്ക് ഒന്ന് കമ്പയർ ചെയ്യാം. അതായത് നമുക്ക് മാനുവലി നമ്മുടെ വിർച്വൽ മെഷീൻസ് നമ്മൾ കോൺഫിഗർ ചെയ്യുകയാണെങ്കിലും അതുപോലെ വിർച്വൽ മെഷീൻ സ്കെയിൽ സെറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ വിർച്വൽ മെഷീൻസ് മാനേജ് ചെയ്യുകയാണെങ്കിലും തമ്മിലുള്ള അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് എന്താണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സിനാരിയോ നോക്കാം. അതിൽ അഡീഷണലായിട്ട് നമുക്ക് വിർച്വൽ മെഷീൻ ഇൻസ്റ്റൻസസ് നമുക്ക് ആഡ് ചെയ്യേണ്ട ഒരു കേസ് വരികയാണെങ്കിൽ എങ്ങനെയാണ് നോക്കുക രണ്ടും തമ്മിൽ. ഇപ്പോൾ മാനുവലായിട്ടാണെങ്കിൽ നമുക്ക് മാനുവലി തന്നെ നമുക്ക് പുതിയ വിർച്വൽ മെഷീൻസ് നമ്മൾ സ്പോൺ ചെയ്തെടുക്കണം. നമ്മൾ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിൽ കോൺഫിഗർ ചെയ്യണം. നമുക്ക് കംപ്ലൈൻസ് എല്ലാം നമുക്ക് എൻഷുർ ചെയ്യണം. അതായത് നമുക്ക് ആ ഒരു രണ്ടാമത് ക്രിയേറ്റ് ചെയ്യുന്ന വിർച്വൽ മെഷീനിൽ ആദ്യം ഉണ്ടായിരുന്ന പോലുള്ള സെയിം സെറ്റ് ഓഫ് ആപ്ലിക്കേഷൻസും ബാക്കി കോൺഫിഗറേഷൻസ് എല്ലാം നമ്മൾ തന്നെ മാനേജ് ചെയ്യണം. ഈ വിർച്വൽ മെഷീൻ സ്കെയിൽ സെറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒന്നും ആപ്ലിക്കേഷൻ ഇല്ല. കാരണം അതിൻ്റെ ഒന്നും ഹെഡേക്ക് ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു സെൻട്രൽ കോൺഫിഗറേഷൻ നമുക്ക് ഓൾറെഡി ഒരു ടെംപ്ലേറ്റ് പോലെ നമുക്കുണ്ട്. അതിൽ നിന്നായിരിക്കും പിന്നീട് ഉണ്ടായി വരുന്ന വിർച്വൽ മെഷീൻസ് എല്ലാം ഉണ്ടായി വരുന്നത്. അപ്പോൾ അത് കാരണം തന്നെ എല്ലാം ഡിറ്റോ കോപ്പീസ് ആയിരിക്കും. നമ്മളത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ ട്രാഫിക് ലോഡ് ബാലൻസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ മാനുവൽ പ്രോസസ്സ് ആണെങ്കിൽ അഷ്യൂറിൻ്റെ ലോഡ് ബാലൻസറും ആപ്ലിക്കേഷൻ ഗേറ്റ്വേ എല്ലാം നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതെല്ലാം നമുക്കൊരു ഓരോ പ്രാവശ്യം ഓരോ വിർച്വൽ മെഷീൻസ് ക്രിയേറ്റ് ചെയ്ത് എടുക്കുമ്പോഴും നമ്മൾ തന്നെ ഈ പറഞ്ഞ കോൺഫിഗറേഷൻസ് എല്ലാം ചെയ്ത് കൊടുക്കണം. സ്കെയിൽ സെറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ അതൊന്നും വേണ്ട. നമുക്ക് ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അഷ്യൂർ തന്നെ കണക്ട് ചെയ്ത് കോൺഫിഗർ ചെയ്ത് തരും. ലോഡ് ബാലൻസറും ബാക്കി ഗേറ്റ്വേസും കാര്യങ്ങളെല്ലാം. അവൈലബിലിറ്റിയുടെയും റിഡൻഡൻസിയുടെയും കാര്യം പറയുകയാണെങ്കിൽ അപ്പോൾ നമ്മളിത് പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ അവൈലബിലിറ്റിയും ഈ പറഞ്ഞ മൾട്ടിപ്പിൾ അവൈലബിലിറ്റി സോൺസിലെല്ലാം നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യണം. നമുക്കിങ്ങനെ ഒരു ഹൈ അവൈലബിലിറ്റിയുടെ യൂസ് ആവശ്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ. അല്ലാതെ അഷ്യൂറിന് അറിയില്ല നമുക്കിപ്പോൾ ഏതൊക്കെ അവൈലബിലിറ്റി സോണിലാണ് നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്നതെന്നുള്ളത്. നമ്മൾ മാനുവലി VMs ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ. പക്ഷേ ഈ സ്കെയിൽ സെറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഡിഫറെൻറ്റ് അവൈലബിലിറ്റി സോൺസിൽ അക്രോസ് അവൈലബിലിറ്റി സോൺസിൽ ഡിഫറെൻറ്റ് അവൈലബിലിറ്റി സോൺസിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തോളും. ഓക്കെ, അപ്പോൾ അത് കാരണം നമുക്ക് ഹൈ അവൈലബിലിറ്റിയും റിഡൻഡൻസിയും ആണ് നമ്മുടെ ഉദ്ദേശമാണെങ്കിൽ നമുക്ക് പറ്റിയൊരു ചെയ്യേണ്ടത് നമുക്ക് ഈ സ്കെയിൽ സെറ്റ് ഉപയോഗിച്ച് വിർച്വൽ മെഷീൻസ് ഡിപ്ലോയ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി സ്കെയിലിങ്ങിൻ്റെ കേസ് പറഞ്ഞു. നമുക്ക് വിർച്വൽ മെഷീൻസിൻ്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത് ലോ ഡിമാൻഡ് അനുസരിച്ച്. അപ്പം നമ്മളിത് മാനുവലി ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഒരു മോണിറ്ററിംഗ് ഒന്നുമില്ല. നമ്മളത് മാനുവലി തന്നെ മോണിറ്റർ ചെയ്തിട്ട് നമ്മൾ അഷ്യൂറിൻ്റെ ഓട്ടോമേഷൻ സ്ക്രിപ്റ്റ്സ് നമ്മൾ തന്നെ എഴുതി കൊടുക്കണം. നമുക്ക് അങ്ങനെ ചെയ്യാനുള്ള ഉദ്ദേശമെങ്കിൽ, അതായത് ലോഡ് കൂടുകയും കുറയുന്നതനുസരിച്ച്, ലോഡ് ഇൻ ദ സെൻസ് CPU ലോഡാകാം, റാം യൂസേജ് ആയിരിക്കാം, അല്ലെങ്കിൽ ട്രാഫിക് ആയിരിക്കാം, എന്തെങ്കിലും ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ് എന്ത് തന്നെ ആയിരുന്നാലും അത് നമ്മൾ തന്നെ മോണിറ്റർ ചെയ്തിട്ട് നമ്മൾ തന്നെ അത് മാനുവലി ചെയ്യാനുള്ള സെറ്റപ്പ് സ്ക്രിപ്റ്റ്സ് നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കണം. പക്ഷേ വിർച്വൽ മെഷീൻ സ്കെയിൽ സെറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് മെട്രിക്സ് എല്ലാം ഇത് തന്നെ മോണിറ്റർ ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട്. ഗസ്റ്റ് മെട്രിക്സ് എല്ലാം മോണിറ്റർ ചെയ്ത ശേഷം അല്ലെങ്കിൽ ഷെഡ്യൂൾ ചെയ്ത് വെക്കാം. നമുക്ക് അതനുസരിച്ചിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വിർച്വൽ മെഷീൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തുകൊള്ളൂ ഓട്ടോമാറ്റിക്കായിട്ട് അഷ്യൂർ തന്നെ. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ വിർച്വൽ മെഷീൻ സ്കെയിൽ സെറ്റിനെ കുറിച്ചിട്ടുള്ള. അപ്പം നമ്മൾക്ക് മെയിനായിട്ട് എന്തിനാണെന്നുള്ള ഐഡിയ നമുക്ക് കിട്ടിക്കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സെഷനിൽ നമുക്ക് ഇതിൻ്റെ പ്രാക്ടിക്കൽ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ഐഡിയ നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് പ്രാക്ടിക്കൽ ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ കണ്ടവർ ദയവേദം ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിന് ദയവേദം സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിനിടയ്ക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ഫ്രണ്ട്സ്, നമുക്ക് നെക്സ്റ്റ് ഇതിൻ്റെ പ്രാക്ടിക്കൽ സെഷനിൽ കാണാം. ബൈ.